സാജിറ്റേറിയസ് ജൂൺ മാസത്തിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ജൂൺ മാസത്തിൽ എന്തോ ഒരു വലിയ തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. ഈ തീരുമാനം ഒബ്വിയസ്ലി ഈസി അല്ല. പക്ഷെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾ എന്തോ വിട്ടു പോവാണ് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ബിഗിനിങ് ആയിരിക്കും. ഇപ്പോൾ ഇത് എന്താണ് എക്സാക്ട്ലി ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജ് അഡ്വൈസ് വരണേന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ എന്താ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ഇത് സാജിറ്റേറിയസ് സൺ, മൂൺ, വീനസ്, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ചെയ്യണം വെച്ചാൽ, കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. പേഴ്സണൽ സെഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം ഈ കാർഡാണ്. നമ്മൾക്കിത് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. ഇത് ക്ലാരിറ്റിയുടെ എനർജിയാണ്. ചില കാര്യങ്ങൾ ഈ മാസം പുറത്തു വരുന്നുണ്ട്, ചില ന്യൂസ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതോടെ നിങ്ങൾക്ക് മനസ്സിലും ക്ലാരിറ്റി വരുന്നുണ്ട്. മുമ്പത്തെ മാതിരി നിങ്ങൾ കൺഫ്യൂസ്ഡ് അല്ല, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇവിടെ ചിലവർക്ക് ഒരു സെപ്പറേഷൻ്റെ എനർജിയും കാണാണ്ട്, ഇല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാവണ എനർജി. പറഞ്ഞാൽ എന്തോ ഇവിടെ ഒരു കാര്യം പുറത്തു വന്നപ്പോൾ നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിന് കട്ട് ഓഫ് ചെയ്യണോ, അവരുടെ അടുത്തുനിന്ന് ഒരു ഡിസ്റ്റൻസ് വെക്കണോ. അപ്പോൾ അതോടെ ഇവിടെ ഒരു ലാക്ക് ഓഫ് എന്താ പറയുക, ലവിൻ്റെ എനർജി ഉണ്ട്, ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, റിജക്ഷൻ എനർജി ഉണ്ട്. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ, ഞാൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണ് കാണുന്നത്, ട്രാവൽ കാണുന്നുണ്ട്. കാര്യങ്ങൾ മുമ്പോട്ടായിരുന്നു പൂണ്ടായിരുന്നേ നിങ്ങളുടെ ലവ് ലൈഫിലും കരിയറിലേക്ക്. കുറേ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എനർജിയും കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ വിഷസൊക്കെ കുറേ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റി. നിങ്ങൾ ഒരു നല്ല ഹാപ്പി ലൈഫിൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് എവിടെയോ ഒരു ബ്രേക്കപ്പ് എന്ന് പറയില്ല, പക്ഷെ ഒരു പേഴ്സൺ ഈ സിറ്റുവേഷന് പിന്മാറിയ പോലെ, ലൈക്ക് സഡൻലി എനർജി വിഡ്രോ ചെയ്ത പോലെ. എന്തോ ഇഷ്യൂസിൻ്റെ കാരണമായിരിക്കാം. അതല്ലച്ചാൽ ഇത് കരിയർ ഇഷ്യൂസും ആവാം. ഓക്കെ, കരിയറിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു എനർജി നിങ്ങളുടെ റെസ്ട്രിക്റ്റഡ് ആയിപ്പോയി. മുമ്പത്തെ മാതിരി ഫ്രീ അല്ല, ഓപ്പൺ അല്ല. പൈസയുടെ കാര്യത്തിലും കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റക്കായ പോലെ, എന്താ വേണ്ടെന്ന് അറിയാത്ത പോലെ. ഹാങ്ഡ് മാൻ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ലാഷ് ഉണ്ട്. ഓക്കെ, നിങ്ങളും വേറൊരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു വഴക്കുണ്ടാവുന്ന എനർജി ഇവിടെ കാണാണ്ട്. ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾ എന്തോ വിട്ടു പോകണു. ഫ്യൂച്ചറിൽ ഈ വഴക്കുണ്ടാവണത് അതൊക്കെ നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ടേക്കാണ് പോണത്. എവിടെയോ നിങ്ങൾക്ക് പേടി, എന്താ വെച്ചാൽ മുമ്പോട്ട് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്താ ഉണ്ടാവുക ഫ്യൂച്ചറിൽ. അപ്പോൾ ആ പേടിയുണ്ട്. പക്ഷേ കുറേയൊക്കെ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ മാസം എന്തോ ഒരു ബ്രേക്കപ്പ് എനർജി കാണാണ്ട്, ഇല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജി കാണാണ്ട്. എസ്പെഷ്യലി ഇവിടെ ഒരു മൂന്നാമത്തെ ആൾ കാണാണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പേഴ്സണിന് ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്കപ്പ് എനർജി കാണാണ്ട്. നിങ്ങളുടെ അഡ്വൈസ് എന്താ വെച്ചാൽ, നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്, സ്റ്റക്കായി ഫീൽ ചെയ്യണു, എന്താ വേണ്ട അറിയില്ല, ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. നിങ്ങളൊരു ഏരീസിൻ്റെ കൂടെ ആയിരിക്കും
ഡീൽ ചെയ്യുന്നുണ്ടാവുക. യൂണിവേഴ്സ് നിങ്ങളോട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണേ. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ പേഴ്സൺ ആയിരിക്കും, ഒരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. പക്ഷെ എന്തോ നിങ്ങൾ വിട്ടിട്ട് പോവാണ്. ആൻഡ് വിട്ടു പോകുമ്പോൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണ എനർജിയിലാണ് നിങ്ങൾ. നിങ്ങൾ പാസ്റ്റിനെ ഓർത്തിട്ട് കുറേ നിങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷെ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ആണ് വരണേ. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഔട്ട്കം. അപ്പോൾ ഇതൊരു ഡെസ്റ്റിനി കാർഡാണ്. ഇത് ഡെസ്റ്റിൻഡ് ചേഞ്ച് ആണ് വരണത്. നിങ്ങൾ കുറേ ഇംബാലൻസ്ഡ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയണത് ഇവിടെ മുമ്പോട്ടേക്ക് പോവാനാണ്. ഓക്കെ, കുറേ ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുക്കാൻ പറയണു. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? കുറേ ഫയർ സൈൻസ് കാണാണ്ട്. ഹോൾഡ് യുവർ വിഷൻ വന്നിട്ടുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഇവിടെ കുറേ ഉണ്ട്. ഓക്കെ, ലക്ക് ഇസ് ഓൺ യുവർ സൈഡ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പിന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൈൻസ് ഇവിടെ കാണാണ്ട്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.